നമസ്കാരം. പ്രവാസികളെ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം. ഇക്കൊല്ലം മാർച്ച് മാസത്തിൽ ജർമ്മനിയിലുണ്ടായ പ്രധാന മാറ്റങ്ങളെ പറ്റിയുള്ള വിഷയമാണ് എക്സ്ക്ലൂസീവിലെ പരാമർശിക്കുന്നത്. അതിന്റെ ആദ്യത്തിലേക്ക് കടന്നാൽ മാർച്ച് മാസത്തിൽ ജർമ്മനിയിലെ 3 സംസ്ഥാനങ്ങളിൽ നിർണായകമായ തെരഞ്ഞെടുപ്പുകളാണ് നടക്കുന്നത്. മാർച്ച് 8-ന് ബവേറിയയിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കും. ജർമ്മൻ പൗരന്മാർക്ക് പുറമെ അവിടെ താമസിക്കുന്ന മറ്റ് യൂറോപ്യൻ യൂണിയൻ പൗരന്മാർക്കും ഇതിൽ വോട്ട് ചെയ്യാം. മാർച്ച് 8-ന് തന്നെ ബാഡൻ വുട്ടംബർഗ് സംസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കും. മാർച്ച് 22-ന് റൈൻലാൻഡ് ഫാൽസ് സംസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കും. അടുത്തത് ഷൂഫയാണ്. ജർമ്മനിയിൽ വീട് വാടകയ്ക്കെടുക്കാൻ ലോണുകൾക്കും മറ്റും അത്യാവശ്യമായ ഷൂഫ ക്രെഡിറ്റ് സ്കോർ ഇനി മുതൽ കൂടുതൽ സുതാര്യമാകും. ഉപഭോക്താക്കൾക്ക് അവരുടെ സ്കോർ ഓൺലൈനായി സൗജന്യമായി പരിശോധിക്കാനുള്ള സൗകര്യം ഈ മാസം മുതൽ നിലവിൽ വന്നു. അടുത്തത് യാത്രാ നിയന്ത്രണങ്ങളും അതിർത്തി പരിശോധനയുമാണ്. അതിർത്തികളിലെ പരിശോധനകൾ മാർച്ചിൽ അവസാനിക്കുമെന്ന് കരുതിയിരുന്നെങ്കിലും അത് സെപ്റ്റംബർ വരെ നീട്ടിയിട്ടുണ്ട്. അയൽ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ പാസ്പോർട്ടും ഐഡിയും കരുതുന്നത് നല്ലതാണ്. ഓസ്ട്രിയ, പോളണ്ട്, ഫ്രാൻസ്, നെതർലാൻഡ്സ് തുടങ്ങിയ എല്ലാ അയൽ രാജ്യങ്ങളുമായുള്ള അതിർത്തികളിലും പരിശോധന തുടരും. ഇത് പൂർണ്ണമായ പരിശോധന അല്ലെങ്കിലും കാർ, ബസ്, ട്രെയിൻ എന്നിവയിൽ യാത്ര ചെയ്യുന്നവർക്ക് വലിയ തോതിൽ സമയം വൈകാൻ സാധ്യതയുണ്ട്. അതിർത്തി കടക്കുന്നവർ കൈവശം എപ്പോഴും സാധുവായ ID കാർഡോ റെസിഡൻസ് പെർമിറ്റോ കരുതണം എന്നുള്ളതാണ് ഒരു വസ്തുത. പ്രത്യേകിച്ച് പുതിയതായി ജർമ്മനിയിൽ പഠിക്കാനായി എത്തിയിട്ടുള്ളവരും അതുപോലെ തന്നെ ഹൗസ് ബിൽഡിംഗിന് എത്തിയിട്ടുള്ളവരും ഒക്കെ വളരെ സഞ്ചാരപ്രിയരാണ്. ഇവരൊക്കെ തന്നെ ഒരു ദിവസം അവധി കിട്ടിയാൽ ജർമ്മനി വിട്ടുപോകുന്ന നിരവധി സംഭവങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. യാത്രകൾ എപ്പോഴും നല്ലത് തന്നെ. പക്ഷേ ഇവരൊക്കെ പോകുമ്പോൾ ID കാർഡോ അല്ലെങ്കിൽ പാസ്പോർട്ടോ തീർച്ചയായും ഇവരുടെ പക്കൽ ഉണ്ടായിരിക്കണം. അല്ല എങ്കിൽ പണി കിട്ടും, ഓർക്കുക. അടുത്തത് UK യാത്രയ്ക്കുള്ള കാര്യമാണ്. ബ്രിട്ടനിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് ഈ മാസം മുതൽ ഇലക്ട്രോണിക് ട്രാവൽ ഓതറൈസേഷൻ അല്ലെങ്കിൽ ETA നിർബന്ധമാക്കിയിരിക്കുകയാണ്. മാർച്ച് 1 മുതൽ ജർമ്മനിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നവർക്കാണ് ഇത് വേണ്ടുന്നത്. അതിർത്തി പരിശോധനകളും പുതിയ എൻട്രി സിസ്റ്റങ്ങളുമാണ് ഇതിൽ പെടുന്നത്. അത് EES സംവിധാനം വിമാനത്താവളങ്ങളിൽ പ്രവർത്തനക്ഷമമാണ്. ഏപ്രിൽ മാസത്തിൽ പൂർണ്ണമായി നടപ്പിലാക്കുന്നതിന് മുന്നോടിയായിട്ടാണ് യൂറോപ്യൻ യൂണിയൻ ഇപ്പോൾ എൻട്രി എക്സിറ്റ് സിസ്റ്റം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. വിമാനത്താവളങ്ങളിൽ ഇപ്പോൾ കൂടുതൽ പ്രവർത്തനക്ഷമമായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ആർക്കൊക്കെ ബാധകമെന്ന് ചോദിച്ചാൽ യൂറോപ്യൻ യൂണിയൻ പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള രാജ്യക്കാർക്കാണ് ആവശ്യമായി വന്നിരിക്കുന്നത്. ഇനിയും ജർമ്മൻ റെസിഡൻസിനും EU പൗരന്മാർക്കും ഇത് ബാധകമല്ലെന്നും പറയുന്നുണ്ട്. അതായത് പുറത്തുനിന്നുള്ള സന്ദർശകർക്ക് ആദ്യഘട്ടത്തിൽ വിമാനത്താവളങ്ങളിൽ കൂടുതൽ സമയം കാത്തു നിൽക്കേണ്ടി വരും. ഇനി അടുത്തത് ജർമ്മനിയിലെ സ്കൂട്ടറുകൾ, മൊപ്പഡുകൾ എന്നിവയുടെ ഇൻഷുറൻസ് പ്ലേറ്റുകൾ മാറിയതാണ്. നിലവിൽ കറുപ്പായിട്ട് മാറിയിട്ടുണ്ട്. നേരത്തെ അത് പച്ചയായിരുന്നു. ഇത് കൈവശമുള്ളവർ ഈ ചെറിയ മൊപ്പഡുകളും അതുപോലെ തന്നെ സ്കൂട്ടറുകളും ഉപയോഗിക്കുന്നവര് ഇൻഷുറൻസ് കമ്പനികളുമായി ബന്ധപ്പെടേണ്ടതാണ്. അടുത്തത് പെൻഷനും ഇൻഷുറൻസും ആണ്. ഹെൽത്ത് ഇൻഷുറൻസ് തുകയിൽ ജനുവരിയിൽ വന്ന വർധനവ് ഈ മാസം മുതൽ പെൻഷൻകാരുടെ തുകയിൽ നിന്ന് കുറഞ്ഞു തുടങ്ങും. അത് വീണ്ടും വരുന്നത് ജൂലൈ മാസത്തിൽ നടപ്പിലാക്കാൻ പോകുന്ന പെൻഷനെ പറ്റിയുള്ള പ്രഖ്യാപനമാണ്. എന്തായാലും 2 മാറ്റങ്ങളാണ് മാർച്ചിൽ ജർമ്മനിയിൽ ഉണ്ടാകുന്നത് പെൻഷൻ സംബന്ധിച്ച്. അടുത്തത് ആരോഗ്യ ഇൻഷുറൻസിലെ വിഹിതത്തിലെ വർധനവാണ്. ജനുവരി മുതൽ ഇത് പ്രാവർത്തികമാക്കിയിരുന്നു. എന്നാൽ അധിക വിഹിതം 2.9% ഇത് വർദ്ധിപ്പിച്ചത് ഇനിയും തുടരും എന്നാണ് പറയുന്നത്. പെൻഷൻകാർക്ക് ഇത് മാർച്ച് മാസം മുതലാണ് ബാധകം. അതുകൊണ്ട് കയ്യിൽ കിട്ടുന്ന പെൻഷന് അല്പം കുറവാണ് ലഭിക്കുക. അടുത്തത് ജൂലൈയിൽ പെൻഷൻ പരിഷ്കരണം പ്രഖ്യാപിക്കുന്നതാണ്. മാർച്ച് മാസത്തിൽ പ്രഖ്യാപിക്കുന്ന പരിഷ്കരണം ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരും. കഴിഞ്ഞ വർഷങ്ങളിലെ ശമ്പള വർധനവും സാമ്പത്തിക സാഹചര്യങ്ങളും കണക്കിലെടുത്താണ് ഈ വർധനവ് നിശ്ചയിച്ചിരിക്കുന്നത്. അടുത്തത് ഗ്രീൻ വാഷിംഗിനെതിരെയുള്ള പുതിയ നിയമങ്ങളാണ്. പരിസ്ഥിതി സൗഹൃദമെന്ന് തെറ്റായി അവകാശപ്പെടുന്ന രീതിക്ക് തടയിടാൻ EU പുതിയ കർശനമായ നിയമങ്ങൾ കൊണ്ടുവന്നതാണ്. അടുത്തത് പന്നിയിറച്ചിയിലെ ആനിമൽ വെൽഫെയർ ലേബലുകൾ പുതുതാക്കണം എന്നുള്ളതാണ്. ജർമ്മനിയിൽ വിൽക്കുന്ന ഫ്രഷ് പന്നിയിറച്ചി പാക്കറ്റുകളിൽ ഇനി മുതൽ മൃഗങ്ങളെ എങ്ങനെയാണ് വളർത്തിയെന്ന് വ്യക്തമാക്കുന്ന ലേബലുകൾ നിർബന്ധമാണ്. ഇത് നോക്കി വേണം ഇനി ഈ സാധനം വാങ്ങാൻ. അടുത്തത് തോട്ട നിർമ്മാണത്തിലെ നിയന്ത്രണങ്ങളാണ്. മാർച്ച് മാസം മുതൽ ജർമ്മനിയിലെ പൂന്തോട്ടങ്ങളിലെ മരങ്ങൾ വെട്ടുന്നതിന് നിയന്ത്രണങ്ങളുണ്ട്. അത് സെപ്റ്റംബർ വരെ തുടരും. അടുത്തത് സമയമാറ്റമാണ്. മാർച്ച് 29 ഞായറാഴ്ച പുലർച്ചെ ക്ലോക്കിലെ സമയം മാറും. 1 മണിക്കൂർ മുന്നോട്ട് വെച്ചാണ് മാറുന്നത്. മാർച്ച് 29 ഞായറാഴ്ച പുലർച്ചെ 2 മണി എന്നുള്ളത് 3 മണിയാക്കിയാണ് സമ്മർ സമയത്തിലേക്ക് മാറുന്നത്. ഇപ്പോൾ വിന്റർ സമയമാണ് ഓടുന്നത്. അതുകൊണ്ട് തന്നെ മാർച്ച് 29 ഞായറാഴ്ച പുലർച്ചെ 1 മണിക്കൂർ കുറച്ച് ഉറങ്ങാൻ സാധിക്കുകയുള്ളൂ. വൈകുന്നേരങ്ങളിൽ കൂടുതൽ സമയം വെളിച്ചം ലഭിക്കും എന്നതാണ് ഇതിന്റെ പ്രത്യേകത. അടുത്തത് സ്മാർട്ട് ഫോണുകൾ, കമ്പ്യൂട്ടറുകൾ എന്നിവ തനിയെ മാറുമെങ്കിലും സാധാരണ ക്ലോക്കുകളും മറ്റും മാനുവലായിട്ട് മാറ്റേണ്ടി വരും. അടുത്തത് ഡിസ്കോഡ് നിർബന്ധിത പ്രായ പരിശോധന ഏർപ്പെടുത്തുന്നതാണ്. ഇത് പലർക്കും അറിഞ്ഞുകൂടാത്ത ഒരു കാര്യമാണ്. മാർച്ച് മാസം മുതൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമായ ഡിസ്കോഡ് ഘട്ടം ഘട്ടമായി നിർബന്ധിത പ്രായ പരിശോധന നടപ്പിലാക്കിയിട്ടുണ്ട്. ഗെയിമിംഗ്, പഠന ഗ്രൂപ്പുകൾ, വിവിധ കൂട്ടായ്മകൾ, ജോലിയുമായി ബന്ധപ്പെട്ട ചാറ്റുകൾ എന്നിവയ്ക്കായി വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു ആശയവിനിമയ സേവനമാണ് ഡിസ്കോഡ്. ഇനി മുതൽ നിയന്ത്രണങ്ങളില്ലാതെ ഈ സേവനം ഉപയോഗിക്കാം. എങ്കിലും ഉപയോക്താക്കൾ തങ്ങളുടെ തിരിച്ചറിയൽ രേഖ, ID അല്ലെങ്കിൽ ഫേഷ്യൽ സ്കാൻ വഴി പ്രായം തെളിയിക്കേണ്ടതുണ്ട്. ആരെ ബാധിക്കും
ബാധിക്കുമെന്ന് ചോദിച്ചാൽ ഡിസ്കോഡ് ഉപയോഗിക്കുന്നവരെ മാത്രമേ ബാധിക്കുകയുള്ളൂ. തിരിച്ചറിയൽ കാർഡ് വിദേശ രാജ്യങ്ങളിലെ ആയാൽ പോലും പൊതുവെ സ്വീകരിക്കപ്പെടും. എന്നാൽ ഇവ പരിശോധിച്ച് ഉറപ്പിക്കാൻ കൂടുതൽ സമയം എടുക്കും എന്ന കാര്യം കൂടി ഓർക്കുക. പ്രായ പരിശോധന പൂർത്തിയാക്കാത്ത ഉപയോക്താക്കൾക്ക് ഡിസ്കോഡിലെ എല്ലാ ഫീച്ചറുകളും ഉപയോഗിക്കാൻ കഴിയില്ല എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇതോടെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.